മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം. മധുരകരമായ ചില സംസാരങ്ങൾ, കഥകൾ, വിശുദ്ധരുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബം എങ്ങനെ സ്വർഗോന്മുഖമായി, മക്കൾ എങ്ങനെ വിശുദ്ധരായി മാധുര്യത്തോടെ വളർത്തിക്കൊണ്ടുവരാം. ഇതാണ് ചെറിയ ശ്രമം. ഇതിലേക്ക് നമ്മോടൊപ്പം സഹായിക്കാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നുള്ള സിസ്റ്റർ ലിസ്ന MSMI ആണ്. പ്രിയപ്പെട്ട സിസ്റ്ററിനെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പം ഏഞ്ചൽസ് ആർമി എന്നുള്ള കുടുംബം, ഏഞ്ചൽസ് ആർമിയുടെ കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട പ്രീത ചേച്ചിയും ഭർത്താവ് ഷായിച്ചേട്ടനുമാണ്. ഇവർ കോട്ടയംകാരാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി മധുരമൊഴിയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് സൺഡേ സ്കൂളിൽ +2 കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രൂപത സംഘടിപ്പിച്ച ഒരു 3 ദിവസത്തെ കരിയർ ഗൈഡൻസും അതുപോലെ തന്നെ വൊക്കേഷൻ ഗൈഡൻസും ചേർത്ത് വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ ആദ്യ ദിവസം ധ്യാനമൊക്കെയാണ്. അപ്പോൾ അതിൽ സഹായിക്കാനായിട്ട് ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരെ കൂടി, ഞാൻ ബ്രദറായിരുന്നപ്പോൾ പോയി. അപ്പോൾ കുറച്ച് സമയത്തേക്ക് പിള്ളേരൊക്കെ നല്ല തകർപ്പൻ പിള്ളേരാണ്, ഭയങ്കര ഓളം വെപ്പ്. അവരോട് നമ്മൾ ഒരു പാട്ടൊക്കെ പാടി നമുക്ക് ആക്ഷൻ സോങ്ങൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതൊക്കെ നന്നായിട്ട് പൊളിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് അവരുടെ ലെവൽ മൊത്തത്തിൽ മനസ്സിലായി. അപ്പോൾ ഞാൻ ചുമ്മാ അവരുടെ ചോദ്യമൊക്കെ ചോദിച്ചു തുടങ്ങാമെന്ന് ചോദിച്ചാൽ, അവർക്ക് എന്താ ആവശ്യമുള്ളെന്ന രീതിയിൽ. എനിക്ക് ചോദിക്കാവുന്ന ചോദ്യം, ഈശോ നിങ്ങൾക്ക് ആരാണ്? കാരണം അവർ 1 മുതൽ +2 വരെ സൺഡേ സ്കൂൾ പഠിച്ചു. ഇത് കഴിഞ്ഞാൽ അവരെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് അവർ ലോകത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു 12 വർഷം കൊണ്ട് അവർ മനസ്സിലാക്കിയ ഈശോ, അതിനുവേണ്ടിയാണല്ലോ ബേസിക്കലി നമ്മൾ സൺഡേ സ്കൂളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഹു ഈസ് ജീസസ് ഫോർ യു? ഈശോ നിങ്ങൾക്ക് ആരാണ്? അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു കോമൺ ഗ്യാതറിങ്ങിൽ ചോദിച്ചാൽ പതിവ് പോലെ ചില ഭക്തസ്ത്രീകളെ പോലെയുള്ള പാവപ്പെട്ട പെൺപിള്ളേർ അവിടെ സൈഡിൽ നിന്ന് ഉത്തരം പറഞ്ഞു തുടങ്ങി. ഈശോ ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ ആമ്പിള്ളേർ അപ്പുറം നിന്ന് കൗണ്ടർ അടിച്ചു, ഈശോ നമ്മുടെ ബാക്കാണ്. അപ്പോൾ ചില പെൺപിള്ളേർ പറയുന്നത് ഈശോ ഞങ്ങളുടെ സുഹൃത്താണ്, ഞങ്ങൾക്ക് അപ്പച്ചനെ പോലാണ്, ഞങ്ങൾ സ്ഥിരം എഴുത്തൊക്കെ എഴുതും. അങ്ങനെ പാവപ്പെട്ട പെൺപിള്ളേർ, സ്ഥിരം ധ്യാനമൊക്കെ കൊടുക്കുന്ന പെൺപിള്ളേർ കുറച്ച് പേര് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. എന്നൊക്കെ ഇപ്പോൾ ബാക്കിലിരിക്കുന്ന ആമ്പിള്ളേർ നന്നായിട്ട് കൗണ്ടറൊക്കെ അടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് മൊബൈലിലൊക്കെ ഇരുന്ന് കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഏറ്റവും പുറകിരിക്കുന്ന നല്ല അൽമമാരുടെ നിരയെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി അവരോട് ചോദിച്ചു, ഒരാളെ ചൂണ്ടി, മോനെ ഈശോ നിനക്ക് ആരാളാ എന്ന് ചോദിച്ചു. അവൻ ഞെട്ടിപ്പോയി. അവനെ വ്യക്തിപരമായിട്ട് ചോദിക്കുന്നത് വിചാരിച്ചില്ല. അവനങ്ങ് തപ്പി തടഞ്ഞ് നേരെയൊക്കെ ഇരുന്ന്, അപ്പോൾ തൊട്ടടുത്തുനിന്ന് ഒരുത്തനിങ്ങനെ ചെവി പറഞ്ഞു കൊടുക്കുന്നു, ദൈവം പിതാവാകുന്നു. ഇവൻ നൈസായിട്ട് ഉത്തരവ് പറഞ്ഞു, ദൈവം പിതാവാകുന്നു. അപ്പോൾ ഞാൻ അടുത്തിരിക്കുന്നതിന് ഉത്തരം പറഞ്ഞു കൊടുത്തോണ്ട് ചോദിച്ചു, മോനെ ഈശോ നിനക്ക് ആരാടാ? അപ്പോൾ അവൻ പറഞ്ഞു, സൃഷ്ടാവാകുന്നു. നോക്കിയപ്പോൾ അടുത്തവൻ പരിപാലകനാകുന്നു, അടുത്തവൻ സ്നേഹമാണ്. അങ്ങനെ തുടർച്ചയായ ഉത്തരങ്ങൾ, അതും നല്ല തിയോളജിക്കലായിട്ട് ഉത്തരങ്ങൾ, നമുക്ക് ഒരിക്കലും തിരിച്ചൊന്നും ചോദിക്കാൻ പറ്റാത്ത. ഞാൻ ഒരു 6-7 പേര് കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ അടിക്കൂടി നോക്കിയപ്പോഴത്തേക്ക് താഴെ കൂടി ഒരു പുസ്തകം ഇങ്ങനെ ഒഴുകി പോകുന്നു. സൺഡേ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കാണ്. അതിന് മറുവശത്ത് 1 മുതൽ 10 വരെയുള്ള +2 വരെയുള്ള സകലമാന പുസ്തകങ്ങളെ പേരെഴുതി വെക്കുമല്ലോ. 1-ാം ക്ലാസ്സിലെ പുസ്തകം ദൈവം സ്നേഹമാകുന്നു, പിതാവാകുന്നു, സൃഷ്ടാവാകുന്നു. അപ്പോൾ എനിക്ക് അവസാനം കാര്യം മനസ്സിലായി. ഞാൻ 9ാമനെ കഴിഞ്ഞപ്പോൾ 10ാമനെ വിളിച്ചു, മോനെ പുസ്തകം നോക്കാതെ ഉത്തരം പറയണം, എഴുന്നേറ്റ് എന്ന് പറയണമെന്ന് പറഞ്ഞു. അവൻ ചാടിയൊക്കെ എഴുന്നേറ്റ് പുസ്തകമൊക്കെ താഴോട്ട് പോയി. പിന്നെ അവനാകെ വെപ്രാളെ നോക്കിയപ്പോൾ 200-300 പെൺപിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. അവൻ ആകെ വെപ്രാളെ, എന്ത് പറയണം? അപ്പോൾ അവൻ ഈശോ സർവ്വ പാപിയാകുന്നു. അതാണ് ഉത്തരം, ഈശോ സർവ്വ പാപിയാകുന്നു. അവരുദ്ദേശിച്ചത് ഈശോ സർവ്വ വ്യാപിയാകുന്നതാണ് ഉദ്ദേശിച്ച് പറഞ്ഞത്. ഈ ടെൻഷൻ്റെ പുറത്തൊക്കെ പറഞ്ഞപ്പോൾ അവന് വായിന്ന് ഈശോ സർവ്വ പാപിയാകുന്നു. ഞാൻ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ ഇതെന്നെ ഭയങ്കരമായിട്ട്, ഈശോ സർവ്വ പാപിയായി പോയതല്ല, എന്നാൽ ഈ പിള്ളേർ ഉത്തരം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. വ്യക്തിപരമായിട്ട് ഈ 12 വർഷം സൺഡേ സ്കൂൾ പഠിച്ച പിള്ളേരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈശോ ആരാന്ന് ചോദിക്കുമ്പോൾ അവർക്കൊന്നും പറയാനില്ല. അവർക്കെല്ലാം കൃത്യമായിട്ട് രക്ഷകൻ എന്നൊക്കെ പറയാറിയാം. കാരണം സൺഡേ സ്കൂളിൽ നമ്മൾ പൂരിപ്പിക്കാൻ വേണ്ടി ഈശോ ആകുന്നു, രക്ഷകനാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മധുരമൊഴിയുടെ ചെറിയ സംസാര വിഷയം അത് തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ വിശ്വാസ പരിശീലനത്തിൽ കാറ്റക്കിസത്തിന് സൺഡേ സ്കൂളിനുള്ള ഒരു റോള്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നു. എപ്പോഴും നമ്മൾ സാധാരണഗതിക്ക് പിള്ളേരുടെയൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോഴേ അവരൊക്കെ പറയും +2 വരെ പഠിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയും. എന്താ കിട്ടിയില്ലെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. പക്ഷേ ഇത് നമ്മൾ സീരിയസ് ആയിട്ട് ഇന്നൊന്നും നമ്മൾ ചർച്ചയ്ക്ക് വെക്കുകയാണ്. സിസ്റ്റർ ഏകദേശം ഇങ്ങനെ 14-15 വർഷത്തോളം ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായതാണ്. 15 വർഷത്തോളം സിസ്റ്റർ സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു. പിന്നെ ഒരു കന്യാസ്ത്രീ എന്ന നിലയിൽ വിശ്വാസ പരിശീലനത്തിൽ അതിൽ തന്നെ ഇറങ്ങിത്തിരിച്ച ആളാണല്ലോ. ഈ സൺഡേ സ്കൂളിൻ്റെ ഒരു റെലവൻസും അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ സിസ്റ്റർ എങ്ങനെ നോക്കിക്കാണുന്നു? വേദപാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിലനിൽക്കുന്ന ജീവിതബന്ധിയായ ഒരു കാര്യമാണ്. അതായത് കുഞ്ഞുനാളിൽ നമുക്ക് കിട്ടുന്നതെല്ലാം വീട്ടിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആരിൽ നിന്നൊക്കെ കിട്ടുന്നത്, അതൊക്കെ വേദപാഠത്തിൻ്റെ ഭാഗങ്ങളാണ്.
പിന്നെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും നീതിയായ ജീവിതക്രമത്തെ കൊണ്ടുവരുന്നതും, പിന്നെ ഞാൻ എന്നോളം ക്രിസ്ത്യാനി എന്ന പേരിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വേദപാഠ ക്ലാസ്സിൽ നിന്ന് തീർച്ചയായും നമ്മൾ എന്തെങ്കിലും ഉൾക്കൊണ്ടിരിക്കണം. ആ ഉൾക്കൊള്ളാത്തൊരു ജീവിതം ഇപ്പോൾ സപ്പോസ് ഇപ്പം നമ്മൾ പുറത്തൊക്കെ കേരളത്തിൽ നിന്നുള്ള പിള്ളേരൊക്കെ പുറത്ത് പോകും, പലപ്പോഴും അവരെ കാണാനിടയായിട്ടുള്ളത് കൊണ്ട് എന്നെ കുറേ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ദൈവമേ 10-12 വർഷം ഇപ്പോഴാണെങ്കിൽ ഡിഗ്രി ഒക്കെ ഉണ്ട് വേദപാഠത്തിൻ്റെ തുടർന്ന് പഠിക്കാനുള്ളത്. ഇതൊക്കെ പഠിച്ചിട്ടും ഈ പിള്ളേർ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് വട്ടപൂജ്യമാകുന്നത്, ജീവിതത്തിൽ ഒന്നുമില്ലാത്ത പോലെ നഷ്ടപ്പെട്ടു പോകുന്നത്, വാല്യുബിളായിട്ട് മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതും അവരെ കുടുംബവശത്തിൽ സ്വന്തമാക്കിയതൊക്കെ മാതാപിതാക്കളിൽ നിന്ന് അകന്ന് വേറൊരു സ്ഥലത്ത് ചെന്ന് താമസിക്കുമ്പോൾ ഒന്നും ഇല്ലാത്തതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞൊരു കാര്യം, 1 മുതൽ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിച്ച വേദപാഠം ഒന്നും കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഒന്നും അവനെ ചിന്താധാരയെ തന്നെ മാറ്റിയിട്ടില്ല, തൊട്ടിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു 3-4 മാസങ്ങൾക്ക് മുൻപ് ഈ വേദപാഠ രംഗത്ത് പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളുമായിട്ട് കാണാനിടയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. അതിൻ്റെ കൂടുതൽ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, നമ്മൾ പുസ്തകത്തെ അടിസ്ഥാനമാക്കി മാത്രം വേദപാഠം പഠിപ്പിച്ചു പോയാൽ വരും തലമുറയ്ക്ക്, കഴിഞ്ഞു പോയ തലമുറയെ വിട്ടിട്ട് ഇനി വരും തലമുറയിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായ കാര്യം കുട്ടികളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തുന്നതിന് പറ്റുന്ന പോലെ പുസ്തകം ഒന്ന് മാറ്റുകയാണെങ്കിൽ കുറേ കൂടെ നല്ലതായിരുന്നു. അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു കാര്യം ഞാൻ അവരോട് പറയാനായിട്ട്. സിസ്റ്റർ പറഞ്ഞ വളരെ കൃത്യമായ കാര്യമാണ്. ഞാനും ഒരു വർഷം ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ല തികഞ്ഞൊരു സൺഡേ സ്കൂൾ നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്കൂളിലൊന്നും നമുക്ക് നല്ല താല്പര്യമൊന്നും കിട്ടിയിട്ടില്ല. പഠിത്തത്തിൽ ഞങ്ങൾ വളരെ ആവറേജ് ആയിരുന്നു. സൺഡേ സ്കൂളിൽ എനിക്ക് എല്ലാ വർഷവും തന്നെ മിക്ക വർഷങ്ങളിലും എനിക്ക് തോന്നുന്നു 12 വരെ പഠിച്ചതിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടുമായിരുന്നു. കാരണം ഞാൻ സീരിയസ് ആയിട്ടൊക്കെ നല്ല അധ്യാപകരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെ 7ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച ഒരു ഷിജു എന്ന് പറയുന്ന സാറ്. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ഒരേ വർഷം തന്നെയാണ് സെമിനാരിൽ പോയതും ഒരേ വർഷം തന്നെയാണ് അച്ഛന്മാരായതും. അപ്പോൾ ഷീച്ചേട്ടനൊക്കെ പഠിപ്പിച്ച സൺഡേ സ്കൂൾ ക്ലാസ് എന്നൊക്കെ പറയാൻ നമ്മൾ അതുവരെ കൊതിപ്പിക്കുന്ന എൻ്റെ ഒരു ചിറ്റപ്പൻ തന്നെ എന്നെ പഠിപ്പിക്കുന്നുണ്ട് കുറേ നാൾ. ഇവരൊന്നും ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിച്ചാൽ കണ്ടിട്ടില്ല. ഇവർ പക്ഷേ പരീക്ഷയ്ക്കുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യവും അവർ ക്ലാസ്സിൽ വെച്ച് പഠിപ്പിക്കും. എനിക്കൊരു വർഷം പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ ഈ ഒരു പോളിസി സ്വീകരിച്ചായിരുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് തുറപ്പിക്കാറ് പോലില്ല പിള്ളേരെ കൊണ്ട്. ഞാൻ ചെല്ലുമ്പോഴേ ഞാൻ മുറിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകും, അതിനുള്ള മെറ്റീരിയൽസ് സംഘടിപ്പിച്ചിട്ട് പോകും. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്, പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോഴത്തേക്ക് പിള്ളേർ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞൊരു കുഞ്ഞു ഉദാഹരണങ്ങൾ പോലും കോട്ട് ചെയ്ത്, കാരണം അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു അതൊരു സൺഡേ സ്കൂൾ അധ്യാപകൻ്റെ ഒരു പ്രത്യേകത കൂടി ആവണമെന്ന് തോന്നുന്നു. എന്നാലും കൂടുതൽ നമ്മൾ ദൈവാനുഭവം, അതാണല്ലോ അൾട്ടിമേറ്റ് നമുക്ക് കിട്ടേണ്ടത്. സൺഡേ സ്കൂളിലൂടെ നമുക്ക് കുഞ്ഞുങ്ങൾ കിട്ടാതെ പോകുന്ന സാധനമാണ് ദൈവാനുഭവം കിട്ടുന്നത്. അവർക്ക് കുറേ സാധനങ്ങൾ സഭയുടെ ചരിത്രമോ കൂതാശകളോ എല്ലാം അരച്ച് കളിക്ക് നമ്മൾ കൊടുത്ത് അവർ നന്നായിട്ട് കത്തിക്കിരുന്ന് പഠിച്ച് അല്ലെങ്കിൽ കോപ്പി അടിച്ച്, അതൊക്കെ വലിയ ഭീകരത. പിള്ളേർ സൺഡേ സ്കൂളിൽ വരെ കോപ്പി അടിച്ചൊക്കെ നല്ല മാർക്ക് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉറവിടത്തിലേക്ക് നമുക്ക് പോവാം, നമുക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു പോവാം. അതായത് സൺഡേ സ്കൂള് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാറ്റഗിസം എന്നൊക്കെ പറയുന്നത് വീട്ടിൽ കിട്ടിയതിൻ്റെ ഒരു തുടർച്ചയാണല്ലോ. വീട്ടിൽ കുഞ്ഞുനാളിൽ അപ്പൻ്റെ അമ്മയുടെ മടിയിൽ നിന്ന് കുരിശ് വരച്ച് പഠിച്ചതിൻ്റെയൊക്കെ ബാക്കി അർത്ഥങ്ങളും മാനങ്ങളും ഒക്കെ അല്ലേ പിള്ളേർ സൺഡേ സ്കൂൾ പഠിക്കുന്നത്. ഒരു വീട്ടിൽ ഈ സൺഡേ സ്കൂൾ ആ സ്നേഹം ജനിപ്പിക്കാനും ഇതൊരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനുള്ള ഒരു റോൾ ഉണ്ടല്ലോ വീടിന്. അത് നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് 5 മക്കളുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെ നിങ്ങൾ നോക്കി കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഈ കാറ്റഗിസം അമ്മയുടെ മടിയിൽ നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഉദരത്തിലാണ് ഇതിൻ്റെ തുടക്കം വേണ്ടത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് തുടങ്ങണം, മടിയിലും പോരാ. അതെ. അങ്ങനെ വരുമ്പോഴേ ഒരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും സുവിശേഷവും ഒക്കെ വായിക്കുകയാണെങ്കിൽ അപ്പം തന്നെ കുഞ്ഞിലേക്ക് കുറേശ്ശെയായിട്ട് ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലുന്നു. അത് ഇൻ്ററപ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞാണ്, പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അധികം ആൾക്കാർക്കും ഇതൊരു പുതിയ സുവിശേഷമായിരിക്കും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞിനെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു തുടങ്ങുക, കുഞ്ഞിനെ ആദ്യ പാഠങ്ങളും ബൈബിളും സുവിശേഷം വിശുദ്ധരൊക്കെ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ പറഞ്ഞു കൊടുക്കുക. ചേട്ടൻ തുടർന്ന് പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ ഇപ്പം 1 വയസ്സ് 2 വയസ്സിലേക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ദിവസവും ഇവരെ പള്ളിയിൽ കൊണ്ടുപോവുകയും കുർബാനയിൽ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ സക്രാരിയിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഇരിക്കുന്നത് ഈശോ ആണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാച്യു കാണിച്ച് പറയുമ്പോൾ അവൻ മനുഷ്യൻ്റെ രൂപം കാണുന്നുണ്ട്. പക്ഷേ സക്രാരിയിൽ ഈശോ ഉണ്ടെന്നുള്ള ബോധ്യം അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാണെങ്കിൽ ആ അപ്പത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന ഈശോയെ അവൻ മനസ്സിലാക്കി തുടങ്ങും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മോനെ അവന് 2-3 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുപോകുമ്പോഴേ അവന് കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഈശോയ്ക്ക് ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്ത് സക്രാരിയെ നോക്കിയിട്ടാണ് ഇത് ചെയ്തിട്ട് വന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മളെ പരിശീലിപ്പിച്ചാൽ ആ ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധം
ആ കുഞ്ഞുനാളിലെ തുടങ്ങിയാൽ പിന്നെ കാറ്റഗിസം വളരെ എളുപ്പത്തിൽ തന്നെ പോകും. സിസ്റ്റർ പറഞ്ഞ പോലെ ആ ബന്ധമില്ലാത്തൊരവസ്ഥ വരാതെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള അത് അവിടുന്ന് തുടങ്ങിക്കിട്ടും എന്നാണ് എനിക്ക് പറയുന്നത്. കൊച്ചറേസ്യയുടെ ജീവിതത്തിൽ ഇതേ അനുഭവം ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. കൊച്ചറേസ്യ അവളുടെ ആദ്യ ദൈവാനുഭവം പറയുന്നത് അവളുടെ അപ്പൻ്റെ കൂടെ പള്ളിയിലൊക്കെ പോയിരിക്കുമ്പോൾ അപ്പൻ്റെ മുഖത്തു നിന്നാണ്, അപ്പൻ്റെ മുഖത്ത് സന്തോഷം വരുന്നു, സങ്കടം വരുന്നു, അത്ഭുതം വരുന്നു. ഇതെല്ലാം കാണുമ്പോൾ കുഞ്ഞിന് മനസ്സിലാവും അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, അൾത്താരയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഈശോ വരുന്നു. ഇതാണ് ആദ്യത്തെ വേദപാഠം എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് വീട്ടമ്മ എന്ന നിലയിൽ എനിക്കൊരു മറുപുറം കൂടി ചോദിക്കണം. ഇതിന് നല്ല വശമാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടല്ലോ എപ്പോഴും. പ്രത്യേകിച്ച് നമ്മളിപ്പോഴൊക്കെ സ്ഥിരം അച്ഛന്മാരും സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ സങ്കടം പറയുന്നൊരു കാര്യമാണ് പിള്ളേരൊക്കെ സൺഡേ സ്കൂളിൽ വിടാതെ എൻട്രൻസ് എന്നോ കോച്ചിങ് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ട് മാറ്റിക്കൊണ്ട് പോവുക. ഞാൻ തന്നെ ഒരിക്കലും ഒരു വികാരിച്ചൻ്റെ മുറിയിൽ ഇരുന്നപ്പോഴത്തേക്കും നല്ല പ്രായമുള്ള അച്ഛൻ, ഭയങ്കര വിശുദ്ധനായ, നമുക്ക് തൊട്ടുമുത്താനൊക്കെ തോന്നുന്നത്രയും പ്രായമുള്ള അച്ഛൻ, തലമുടിയൊക്കെ നിറച്ച അച്ഛൻ, ഭയങ്കര ശാന്തമായിട്ട് സംസാരിക്കുക. കാരണം അച്ഛൻ്റെ അടുക്കെ ഒരു പാരൻറ്റ്, ഒരു കൊച്ചു വന്നിട്ട് അനുവാദം ചോദിക്കാൻ വന്നതൊക്കെയാണ്. വെച്ചാൽ സൺഡേ സ്കൂളിൽ എനിക്ക് വിശ്വാസ പരിശീലന ദിവസം, അടുപ്പിച്ച സൺഡേ സ്കൂൾ ദിവസം, നാളെ കഴിഞ്ഞ് വരാൻ പറ്റത്തില്ല, അമ്മ ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടെന്ന്. അപ്പോൾ അടുത്ത് വികാരിച്ചിന് കള്ളത്തിന് മനസ്സിലാക്കി, എവിടെ പോകാനുണ്ടെന്നാണ് പറഞ്ഞത്. ട്യൂഷന് പോകാനുണ്ട് അച്ഛാ, അതുകൊണ്ടാണ് അമ്മ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാനുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന എക്സെപ്ഷൻ കിട്ടുമെന്ന്. അതായത് പേരൻസിന് ഇതൊന്നും വലിയ വിലയുള്ള കാര്യമൊന്നുമല്ല, ഇതൊന്നും അവരുടെ ജീവിതത്തിൽ സ്പർശിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യമല്ല. പക്ഷേ വികാരിച്ചിൻ്റെ അവസാനത്തെ വാക്കാണ് എന്നെ പേടിപ്പിച്ചത്. വികാരിച്ചിൻ്റെ അവസാനത്തെ വാക്ക് ശക്തമായിട്ട് പറയുകയാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ മോൾ അവരോട് ഒളിച്ചോടി എന്ന് പറഞ്ഞോ, ഇവരുടെ കൂടെ പോയെന്നൊക്കെ പറഞ്ഞ് ഇവിടെയൊക്കെ വീണ്ടും ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് അച്ഛനൊന്നും തരാനും ഇല്ല, പറയാനും ഇല്ല. മര്യാദയ്ക്ക് പിള്ളേരൊക്കെ ഇപ്പം തന്നെയൊക്കെ വിട്ട് വിശ്വാസ പരിശീലനം നടത്തിയാൽ കൊള്ളാമെന്ന്. അത് എങ്ങനെയാണ്? പ്രീതി ചേച്ചി ഒരു സൺഡേ സ്കൂൾ അധ്യാപികയും കൂടിയാണല്ലോ, ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നതിനെ ഒരു അമ്മയും അധ്യാപിക എന്ന നിലയിൽ? ഈ കുട്ടികൾ എൻട്രൻസ് ഇപ്പോൾ ഒരു ട്രെൻഡാണ് ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം കുട്ടികളെ സംബന്ധിച്ച് ഈ എൻട്രൻസിന് പോവുക, ഇതിനൊക്കെ പോകുമ്പോൾ മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്വമാണ് കുട്ടികളെ സൺഡേ സ്കൂളിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പം ഞായറാഴ്ചകളിൽ ട്യൂഷൻ മാറ്റി വെച്ചപ്പോൾ എനിക്ക് കുറച്ച് പാരൻസിനെ അറിയാം. അവർ സൺഡേ ആണ് അവരുടെ ട്യൂഷൻ, അവർക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവർ ചെയ്തിരുന്ന ചില കാര്യങ്ങളെന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞിട്ടേ എൻ്റെ കൊച്ച് എൻട്രൻസിന് അല്ലെങ്കിൽ ട്യൂഷന് വരുള്ളൂ. അത് അവരുടെ ഒരു തീരുമാനമാണ്. അപ്പോൾ കൊച്ചിനോട് പറയുമ്പോൾ എത്ര ഇതാണെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടേ സൺഡേ സ്കൂൾ കട്ട് ചെയ്ത് പഠിക്കണ്ട, അങ്ങനെ പറയുന്ന ചില മിടുക്കരായ മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൺഡേ സ്കൂളിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ എൻട്രൻസ്, കാരണം ഇതിപ്പോൾ ഏത് കുട്ടിക്കും വായിച്ച പുസ്തകത്തിൽ നിന്ന് പഠിക്കാനല്ലോ, പരീക്ഷ എഴുതി മാർക്ക്, ആ സർട്ടിഫിക്കറ്റ്, പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാവരും സൺഡേ, അല്ലെങ്കിൽ പിന്നെ കല്യാണത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് വികാരിച്ചും തരത്തില്ലല്ലോ. അതെ അതെ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്, അപ്പോൾ അത് എൻ്റെ കൊച്ചിനൊന്നും ഒരു ദിവസം ഇരുന്ന് വായിച്ചാൽ പഠിക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് എടുക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ആ സൺഡേ സ്കൂളിൽ വരുമ്പോൾ അവരുടെ കൂട്ടുകെട്ട്, പള്ളിയോട് ചേർന്ന് ഇവർ വരുമ്പോൾ സൗഹൃദം, അതവർക്ക് മിസ് ചെയ്യിക്കുകയാണ് മാതാപിതാക്കൾ എന്ന നിലയിൽ. അപ്പം ഈ ഒരു പള്ളിയോട് ചേർത്ത് വളർത്താൻ സൺഡേ സ്കൂളിലേക്ക് നമ്മൾ ഇപ്പോൾ LKG മുതലുണ്ട്. ഈ പള്ളിയോട് ചേർത്ത് ഈ കാറ്റഗിസം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് കൊടുത്ത, അമ്മയുടെ മടിയിൽ വെച്ചും ഒക്കത്ത് വെച്ചും ഒക്കെ പറഞ്ഞു കൊടുത്ത കാറ്റഗിസത്തിൻ്റെ തുടർച്ച, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഗ്രാഹ്യമായിട്ട് പിള്ളേർ സൺഡേ സ്കൂളിൽ പഠിക്കണം. അപ്പോൾ അതിനകത്ത് മാതാപിതാക്കൾക്കുള്ള റോൾ വളരെ വലുതാണ്. സിസ്റ്റർ വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒത്തിരി നല്ല അനുഭവങ്ങളും വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. സ്റ്റിൽ ഇതൊരു ഫ്രൂട്ട്ഫുൾ മിനിസ്ട്രി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് അത്യാവശ്യമുള്ള കാറ്റഗിസം, സൺഡേ സ്കൂൾ അല്ലെങ്കിൽ ഇത് വിശ്വാസ പരിശീലനം, ഇത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു മിനിസ്ട്രി ആയിട്ട്, ശുശ്രൂഷയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാറ്റഗിസം ഞാൻ വളരെ ചെറിയ കുട്ടിയായ സമയത്ത് 4ാം ക്ലാസ്സിൽ എൻ്റെ നാട്ടിൽ ഞാൻ വേദപാഠം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, പള്ളിയിൽ നിന്ന് കുറേ ദൂരമാണ് എൻ്റെ വീട്. ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എന്നെ വേദപാഠം പഠിപ്പിച്ച സാറ് ഒരു സ്കൂളിലോട്ട് വരുന്ന സമയത്ത് വഴിയിൽ വളരെ നമ്മുടെ സാമൂഹികരമായിട്ട് ഒന്ന് സ്വീകാര്യതയും ഇല്ലാതെയും പെരുമാറുന്ന മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ അസ്വീകാരമായി തീരുന്നത്. ഞാൻ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് എന്നെ വേദപാഠം പഠിപ്പിക്കുന്ന സാറ് തന്നെ എന്നോട് പഠിപ്പിച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വളരെ മോശമായ രീതിയിൽ വരുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ 2 ദിവസം മുമ്പ് ഈ സാറാണ് ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇതുപോലെ എല്ലാ കാര്യം ചെയ്യുമ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം എന്ന് എന്നെ പഠിപ്പിച്ച സാറ് തന്നെ വൈകുന്നേരം ആയപ്പോൾ ലെവൽ തെറ്റി വരുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഈ സാറാണ് അടുത്ത ഞായറാഴ്ച എടുക്കാൻ പോകുന്നത്. എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം, ഇത് തന്നെ എന്നെപ്പോലെ കാണുന്ന 10-20 കുട്ടികളുണ്ട്, അവരൊക്കെ ഇത് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, ഇതുപോലെ തന്നെയാണല്ലോ, ചിന്തിക്കും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ വേദപാഠ ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ജീവിക്കാൻ കൂടി കാറ്റഗിസം ടീച്ചേഴ്സ് ബാധ്യസ്ഥരാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ കുട്ടിക്ക് സാക്ഷിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, കണ്ടുപഠിച്ചോളൂ. എനിക്ക് വളരെ സിസ്റ്റർ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടത് തോന്നുന്നുണ്ട്. ഇവരുടെ ഒരു ധാർമ്മിക ജീവിതവും അതിനേക്കാൾ ആത്മീയ ജീവിതം,
എന്ത് പറയുന്നു ഇങ്ങനത്തെ ഒരു കാര്യത്തിന്? തീർച്ചയായിട്ടും ഈ കാറ്റഗിസം ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ ഒരു അധ്യാപകൻ ശരിക്കും ഒരു വചനം പ്രഘോഷിക്കുന്നതിന് തുല്യമാണ്. അപ്പം തീർച്ചയായിട്ടും അതിന് മാതൃകാപരമായ ജീവിതം ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ അത് വളരെയേറെ തടസ്സമുണ്ടാകും. മാത്രമല്ല ഇവരുടെ ജീവിത സാക്ഷ്യവും അതോടൊപ്പം ഈ മക്കൾക്ക്, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ അധ്യാപകർ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. ഈ പ്രാർത്ഥനയുടെ ഫലമാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി തന്നെ ചെയ്യണം, വിശുദ്ധരായിത്തീരും. പിന്നെ ഈ കാറ്റഗിസം ടീച്ചേഴ്സ് കുട്ടികളെ വേദപാഠ ക്ലാസ്സിലുള്ള പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സാറ് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യത്തിൽ നമ്മൾ സ്ഥിരമായി കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം, രീതി നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയിലും അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ കുട്ടികളുടെ നമ്മളുടെ ഇടയ്ക്ക് ഒരു ബന്ധം സംജാതമാവും. അവർക്ക് അറിയാതെ തന്നെ കുട്ടികൾ നമ്മളോട് ഷെയർ ചെയ്തു പോകും. അപ്പോൾ നമ്മൾക്ക് ശരിക്കും ഈ കുട്ടികളിലൂടെ അവരുടെ ഫാമിലിയിലേക്ക് ചെല്ലാനും അവരുടെ പ്രശ്നങ്ങളിലേക്ക് ചെല്ലാനും കുറേ കൂടി എളുപ്പമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇപ്പം ഞാൻ വേദപാഠം പഠിപ്പിക്കുന്ന ഒരു കൊച്ചുണ്ടെങ്കിൽ ആ കൊച്ചിനെ പരിചയപ്പെട്ടു, ആ കൊച്ചിൻ്റെ വീട്ടിൽ പോയി അവനോട് സംസാരിച്ചു, പിന്നെ അവൻ്റെ പരീക്ഷ സമയങ്ങളായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ക്രൈസിസ് അവൻ്റെ ജീവിതത്തിൽ വന്നു, ഇത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാറ്റഗിസം ടീച്ചർ നിർബന്ധിക്കപ്പെടും. അങ്ങനെ ഒരു ബന്ധം വരും. അപ്പോൾ ഞാൻ തന്നെയല്ല, എനിക്ക് ചുറ്റും ഒരു കാറ്റഗിസത്തിൻ്റെ ആ ഒരു സമൂഹമുണ്ട്, അതിൻ്റെ പുറത്ത് അവരുടെ പേരൻസ്, അവരുടെ വീട്ടുകാർ, അങ്ങനെ എല്ലാ കാര്യവും വലിയൊരു ലോകമായിട്ട് മാറും. അപ്പോൾ നമുക്ക് ശരിക്കും സ്വാധീനിക്കാനായിട്ട് പറ്റും. ഞാനൊരിക്കലേ ആലപ്പുഴ രൂപതയിലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ വേണ്ടി ഞാൻ പോയിരുന്നു. അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ കണ്ടുമുട്ടിയ നല്ല അധ്യാപകരെയൊക്കെ വലിയ ക്ലാസ് എടുക്കാനില്ല, ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ, അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട സാറിന് ഒരു ലാലു സാറ്, പിന്നീട് അദ്ദേഹം സൺഡേ സ്കൂൾ അനുഭവങ്ങളൊക്കെ വെച്ച് അടുത്ത കാലത്ത് ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഭയങ്കര ഒരു ഔട്ട്സ്റ്റാൻഡിങ്, ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും നല്ല സൺഡേ സ്കൂൾ അധ്യാപകരുടെ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ലാലു സാറ് പറഞ്ഞ 1-2 അനുഭവങ്ങൾ ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ ഓർക്കുകയായിരുന്നു. അദ്ദേഹം ഒന്ന് പറഞ്ഞത്, അദ്ദേഹം മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതത്തോടെ കേട്ടിരുന്നത്, കാരണം ഞാൻ ഒരു പ്രാവശ്യം തന്നെ വളരെ പാടുപെട്ടാണ് മൊത്തത്തിൽ ഒന്ന് വായിച്ചു തീർക്കാൻ ശ്രമിച്ചത്. ഞാൻ ചോദിച്ചു, സാർ നിങ്ങൾ സമയം കിട്ടി? പുള്ളി പറയാണ്, ഞാനിത് ചെയ്ത കാര്യം എങ്ങനെയാണ്, ഓരോ വർഷവും സൺഡേ സ്കൂളിൽ അദ്ദേഹം +2 പഠിപ്പിക്കുന്നത്. +2 പഠിപ്പിക്കുമ്പോൾ +2 തുടങ്ങുമ്പോൾ പുള്ളി പറയും, നമുക്ക് ഒരുമിച്ച് ഈ ബൈബിൾ ഒന്ന് വായിച്ചു തീർക്കാം. ആ സാറും കുഞ്ഞുങ്ങളും കൂടി ഒരുമിച്ച് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കും. പുള്ളി പറയാം, ഞാനങ്ങനെ 10-12 പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർത്താച്ചാന്ന്. പുള്ളി പറഞ്ഞ വാക്ക് ഉദാഹരണങ്ങൾ കേട്ടാൽ നമ്മളിങ്ങനെ കേട്ടിരിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകർ ഇങ്ങനെ ത്രസിച്ചു പോകും. പുള്ളി പറയാണ്, എൻ്റെ +2 ഒക്കെ എത്തുമ്പോൾ പിള്ളേർക്ക് അതിൽ തന്നെ ഇതൊന്നും വലിയ താല്പര്യമില്ലാതാവും. അപ്പോൾ അദ്ദേഹം പിള്ളേർ വീടുകളിലൂടെ കാണാൻ പോയി, സിസ്റ്റർ പറഞ്ഞു വീടുകളിലൂടെ കാണാൻ പോയി, അവർ വീട്ടുകാര്യങ്ങളിലൊക്കെ ഇടപെട്ടു. എല്ലാ ദിവസവും രാവിലെ പുള്ളി പറയാണ്, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ടേബിളിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ 30-32 പേര് കാണും, എല്ലാവരും പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ രാവിലെ എഴുന്നേറ്റ് കൈ വിരിച്ചു പിടിച്ച് മുട്ടുകുത്തിച്ച് പ്രാർത്ഥിക്കുമെന്ന്, എല്ലാവർക്കും വേണ്ടി ഞാൻ ജപമാല ചൊല്ലുന്നു. തുടർച്ചയായിട്ട് കുറേ അനുഭവം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിനേക്കാളും വളരെ പ്രാക്ടിക്കലായിട്ട് തോന്നിയൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പിള്ളേരൊന്നും ഈ നേർച്ചയിടുന്ന ശീലമില്ല, ദേവാലയത്തിന് നേർച്ചയിടുന്ന ശീലമില്ല, കുർബാനയ്ക്ക്. പിള്ളേരാണ്, ഞാൻ രാവിലെ പോകുമ്പോൾ എല്ലാവർക്കും 1-2 രൂപ എല്ലാവർക്കും കൈ പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് കുർബാനയ്ക്ക് മുമ്പ് ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർ എല്ലാവരും കൂടി പൈസ കൊടുക്കും, പിന്നെ അവരെ കൊണ്ട് ഇടിയിക്കും, കുർബാന മധ്യ തരും. സർവ്വ പറയാണ്, ഇപ്പോൾ സൺഡേ സ്കൂളിൽ എല്ലാവരും നേർച്ചയിടും. ഇതൊക്കെ ഒത്തിരി വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും പ്രത്യേകിച്ച് ഈ ഒരു പ്രൊഫഷനെ ഒത്തിരി സ്നേഹിക്കുകയും ആത്മാർത്ഥമായിട്ട് ഒരു ഉത്തരവാദിത്വ ശുശ്രൂഷയായിട്ട് കരുതുന്ന അധ്യാപകരാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് വർഷങ്ങളായല്ലേ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. എങ്ങനെ ഇതുപോലെ എന്തെങ്കിലും മനോഹരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാവോ? ഞാൻ കല്യാണത്തിന് മുമ്പ് യൂത്ത് ആയിരിക്കണ സമയത്ത് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അല്ല, അപ്പം എൻ്റെ ജീവിതത്തിൽ സൺഡേ സ്കൂൾ അധ്യാപിക എന്ന നിലയിൽ എനിക്ക് കുറച്ചും കൂടെ ടച്ചിങ് അവിടെ നിന്ന് തന്നെ എൻ്റെ ഇത് തുടങ്ങുന്നത്. ഞാൻ 1-ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കല്യാണത്തിന് മുമ്പ്. കളമശ്ശേരിയിലാണ് ഞങ്ങളുടെ ഇടവകയിൽ. അപ്പം ആ സമയത്ത് എൻ്റെ കല്യാണമൊക്കെ ഇങ്ങനെ അടുത്തിരിക്കുന്ന സമയം. അപ്പോൾ ഈ 1-ാം ക്ലാസ്സിൽ പിള്ളേർ നല്ല രസം, അവരുടെ കൂടെ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ. അപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ ക്ലാസ് മുന്നോട്ട് പോകും. അതിലൊരു കുട്ടി, അവൾ നല്ല സ്മാർട്ടാണ്. അവൾ ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചെല്ലിയിട്ട് എന്ന്. അപ്പോൾ ആക്ഷൻ സോങ്ങിന് അവളാണ് ഫസ്റ്റ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു. അപ്പോൾ ആ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ, ടീച്ചറിന് ഞാനൊരു സമ്മാനം വെച്ചിട്ടുണ്ട് കേട്ടോ, ടീച്ചറിൻ്റെ കല്യാണത്തിൻ്റെ അന്നേ ഞാനത് തരുള്ളൂ, സമ്മാനം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ കൊച്ചാവും, നമുക്ക് നല്ല സന്തോഷം വരില്ലേ. ഇത് കഴിഞ്ഞ് ആ സൺഡേ കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി അമ്മ വീട്ടിൽ അന്ന് അവധിയായിരുന്നു, അമ്മ വീട്ടിൽ
പോയതാണ്. അവിടെ വെള്ളത്തിൽ കളിച്ച് ഈ കുട്ടി വെള്ളത്തിൽ പോയി മരിക്കുന്നു. അപ്പോൾ അത് അത് കഴിഞ്ഞു ഞാനത് ആ സമയത്ത് അറിയണു. എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസായിരുന്നു അത്. പക്ഷേ ഈ കുട്ടിയുടെ അമ്മ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഈ കുഞ്ഞെടുത്ത് വെച്ച സമ്മാനം കൊണ്ട് വന്നായിരുന്നു. എനിക്ക് വളരെ ടച്ചിങ് ആയിരുന്നു. കാരണം എന്താ അറിയോ, പിന്നീട് ഞാൻ ട്രിവാൻഡ്രത്ത് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് പഠിപ്പിക്കുന്നു. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ മുന്നിൽ ഈ പഠിപ്പിക്കുന്ന കുട്ടികളെല്ലാവരും ഒരു ദിവസം സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ചിരിക്കേണ്ടവരാണ്. ഈ കുഞ്ഞിനെ ഞാൻ എപ്പോഴും ഓർക്കും, സ്വർഗത്തിൽ ഇവിടെ ഇരിക്കുക. അപ്പം ഞാൻ മോളെ ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ടീച്ചർ ഈ കുട്ടികളെ പറഞ്ഞു കൊടുക്കും, ഇവർക്കെല്ലാവർക്കും ഈശോയെ കിട്ടാൻ വേണ്ടിയിട്ട് കൊച്ചു പ്രാർത്ഥിക്കണം കേട്ടാന്ന് പറയും. എനിക്ക് ഈ കൊച്ചിൻ്റെ പ്രാർത്ഥന എനിക്ക് എപ്പോഴും മധ്യസ്ഥ അപേക്ഷിക്കൽ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് ശരിക്കും അത്. അപ്പോൾ ഈ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും ഞാൻ ഇവരുടെ അടുത്ത് പറയും, നമ്മളിങ്ങനെ ചുറ്റും തിരിഞ്ഞു നോക്കുമ്പോൾ ഇരിക്കുന്ന നമ്മളെല്ലാവരും സ്വർഗത്തിൽ കാണണം, ഒരാൾ പോലും മിസ്സാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ പോണത് എല്ലാവരും സ്വർഗത്തിലേക്കാണ്, നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വിശുദ്ധരാവുക. ഇതാണ് നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണ് വിടർന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അടുത്തിടെ ഒരു ആത്മീയ മാഗസിനിൽ വായിച്ച ഒരു നല്ലൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി, യുവതിയായ പെൺകുട്ടി, അവളുടെ ഗർഭധാരണത്തെ പറ്റിയും കുഞ്ഞുണ്ടായ അവസരങ്ങളെല്ലാം പറ്റി ദൈവാനുഭവം എഴുതിയിരിക്കുന്ന സംഭവമാണ്. നമ്മൾ പറയുന്നു, കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വിദേശത്തേക്ക് പോകേണ്ടി വന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട് അവിടെ തന്നെ. പെട്ടെന്ന് തന്നെ അവരാഗ്രഹിക്കാത്ത സമയത്ത് അവർ പ്രഗ്നൻ്റ് ആവുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും വീട്ടുകാരിൽ നിന്നൊക്കെ ഭയങ്കര പ്രഷറാണ്. അവൾക്ക് എന്തായാലും കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം. അപ്പോൾ അവൾക്ക് ഉറക്കില്ലാത്ത രാത്രികളാണ്. ഇവള് കർത്താവിന് മുമ്പിൽ ഇരിക്കുന്നു, ഇവൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ പ്രഷറാണ്. അന്ന് രാത്രി ഇവള് ഉറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവിടെ മനസ്സിൽ ഇവിടെ പഴയ സൺഡേ സ്കൂൾ അനുഭവം, 8ലോ 9ലോ ഒക്കെ ഇവിടെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച പഴയ ഒരു വിശുദ്ധനായ അധ്യാപകനുണ്ട്. അപ്പോൾ സാറന്ന് ഭയങ്കര വികാരത്തോടെ ഇവരെ പ്രത്യേകിച്ച് പെൺപിള്ളേരൊക്കെ അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്ത അനുഭവം ഇവിടെ പെട്ടെന്ന് മനസ്സിലാക്കും. മക്കളെ, അബോർഷൻ പാവാണ്. കർത്താവ് നിങ്ങൾക്ക് തരുന്ന വലിയൊരു സമ്മാനമാണ് കുഞ്ഞെന്ന് പറയുന്നത്. അത് കുഞ്ഞിൻ്റെ ജീവിതം തമ്പുരാൻ തരുന്നു, തമ്പുരാൻ മാത്രമേ എടുക്കാൻ അനുവാദമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് കാരണവശാലും നിങ്ങളുടെ ജീവിതം പോയെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ അബോർട്ട് ചെയ്യാൻ സമ്മതിക്കരുത്. ഈ കൊച്ചി 10-12 വർഷങ്ങൾക്ക് ശേഷം തകർന്നിരുന്ന രാത്രിയിൽ ഈ അധ്യാപകൻ്റെ വാക്കുകളാണ് ഇവിടെ പിന്നെ എഴുതുക. ഈ ഒറ്റ വാക്കാണ് എന്നെ ശക്തിപ്പെടുത്തിയതും ഇപ്പം എനിക്കുള്ള ഈ കുഞ്ഞിന് ഈ ഭൂമിയിലേക്ക് വരാൻ കാരണമായി തീർന്നത്. ദൈവത്തിൻ്റെ ഒരു കരമെന്ന രീതിയിലാണ് അവൾ അവസാനം അവളുടെ പ്രായം ചെന്ന സൺഡേ സ്കൂൾ അധ്യാപകനെ ജീവിച്ചിരിപ്പണോ മരിച്ചിട്ടോ എന്നും നമുക്ക് അറിയത്തില്ല. സൺഡേ സ്കൂൾ അധ്യാപകനെ പറ്റി അവൾ എഴുതുന്നത്. സിസ്റ്റർ, ഇങ്ങനെ ഈ വർഷങ്ങളോളമുള്ള സൺഡേ സ്കൂൾ അധ്യാപനത്തിൽ ഇതുപോലെ ദൈവകരമായി തീർന്ന എന്തെങ്കിലും അനുഭവങ്ങൾ സിസ്റ്റർ പങ്കുവയ്ക്കാനുണ്ടോ? ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് തന്നെ വേദാളം പഠിപ്പിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ മഠത്തിൽ ചേരുന്നതിന് മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ ഞാൻ അന്ന് അവിടെ പഠിപ്പിച്ചിരുന്നവർ പലതും ഇന്ന് വലിയ പിള്ളേരായി പല സ്ഥലത്തിലും പല പ്രൊഫഷനിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാനിങ്ങനെ ധ്യാന ടീമുമായിട്ട് ബന്ധപ്പെട്ട് ബാംഗ്ലൂർ ധ്യാനിപ്പിക്കാനാണ് പോയി സിസ്റ്റർ ആയ ശേഷം. കുട്ടികൾക്ക് മാറ്റം വരുന്നു, പക്ഷെ നമുക്ക് മാറ്റം വരില്ലല്ലോ. ഞാൻ ധ്യാനിപ്പിക്കാൻ ഇരുന്ന ടീമിൽ ഇവൻ ഇരിപ്പുണ്ട്. വേഗം ഇവൻ എന്നെ മനസ്സിലായി. അങ്ങനെ തനിച്ച് നമ്മൾ ഒന്നിച്ചിരുന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ അറിയോ സിസ്റ്റർ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തില്ല. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ജീവിത കഥകൾ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെയോ പതുക്കെ ഓർമ്മ വന്നു. കാര്യങ്ങൾ വ്യക്തമല്ല, പക്ഷേ എങ്കിലും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഇവനോട് പറഞ്ഞു, ഞാൻ വേദപാഠ ക്ലാസ്സിൽ സിസ്റ്റർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിപ്പിച്ചത് എനിക്ക് ഭയങ്കര സർപ്രൈസ്. വേറെ മുഖമല്ല, അവൻ്റെ വേറെ രൂപത്തിലേക്ക് വളർന്നു വന്നപ്പോൾ ആയി. എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് വേദന മാത്രം വളർന്നു വന്നപ്പോൾ എനിക്ക് തന്നൊരു ജീവിതമാണ്. കുടുംബമൊക്കെ ആകെ തല്ലി തകർന്നു പോയി. അപ്പനും അമ്മയൊക്കെ വേറെ പിരിഞ്ഞു. കുടുംബത്തിലെ പെങ്ങന്മാരൊക്കെ അങ്ങനെ വളരെ കുടുംബത്തെന്ന് പറയുമ്പോൾ തന്നെ ഒന്നും എല്ലാം സ്കാറ്റേഡ് ആയിപ്പോയി, ഒന്നും ഓർക്കാനില്ല. അപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ പരിശുദ്ധ അമ്മ കുട്ടികളെ പഠിപ്പിച്ച ആ ഒരു പ്രാർത്ഥനയും അങ്ങനെ മാതാവിൻ്റെ കുറിച്ചുള്ള പാഠമായിരുന്നു അന്ന് എടുക്കേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ പുസ്തകത്തിലുള്ള കാര്യം അല്ല പറഞ്ഞത്. പുസ്തകത്തിലുള്ള കാര്യം പറഞ്ഞു, പക്ഷേ കുറേയും കൂടെ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുട്ടികളെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ കുറേ കാര്യങ്ങളാണ് എടുത്തത്. ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കിടന്നിരുന്നു. അങ്ങനെ അവനോട് പറഞ്ഞത്, നീ എത്രയും തീവ്രം വന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ നന്നായിട്ട് ആഴത്തിൽ പതിഞ്ഞു. അത് പല പ്രാവശ്യം ക്ലാസ്സിൽ ചൊല്ലിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ ഇപ്പോൾ ചൊല്ലി അന്ന് വേദപാഠ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ആ ഒരു പ്രാർത്ഥന എൻ്റെ നാവിൽ നിന്ന് ഇതുവരെ മുറിഞ്ഞു പോയിട്ടില്ല. ഒരു പക്ഷേ ഞാൻ ഓർക്കുന്നത് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ ഓർക്കുക, ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന ഓരോ വഴികൾ, ഓരോ മനുഷ്യനെ പിടിച്ചു നിർത്താൻ വേണ്ടി ദൈവം നമ്മളെ അപ്പോയിൻറ്റ് ചെയ്യണം. കാറ്റഗറിസം ടീച്ചർ എന്ന് പറയുമ്പോൾ വെറും ഒരു ടീച്ചറല്ല, മറിച്ച് ഒരുപക്ഷെ നോക്കുമ്പോൾ ശമ്പളമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചായയും ഒരു പരിപ്പോടും ഒരു പഴംപൊരി, അതാണല്ലോ സാധാരണ സൺഡേ സ്കൂൾ പിന്നെ വർഷത്തിൽ ചിലപ്പോൾ ഒരു ടൂർ, മറ്റൊന്നും ഇല്ല അവർക്ക്. പക്ഷേ ദൈവം തരുന്ന പ്രതിഫലം, ദൈവം കൂട്ടിച്ചേർക്കുന്നത്
മറ്റെല്ലാം ദൈവം കൂട്ടിച്ചേർക്കെന്ന് പറയുന്നത് തിരുവചനത്തിൻ്റെ അതിൻ്റെ അർത്ഥം ആഴമൊക്കെ എനിക്ക് അന്ന് മനസ്സിലായി. നമ്മൾ മറ്റുള്ളതെല്ലാം മാറ്റി വെച്ച് ഒരു ഞായറാഴ്ച തമ്പുരാന് ചേർത്ത് വെക്കുമ്പോൾ തമ്പുരാൻ കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയൊരു സമ്മാനമാണ്. ഇത് ആത്മാക്കളുടെ വില, ആത്മാക്കളെ നേരെ മുന്നിൽ കാണാൻ ദൈവം അനുവദിക്കുക. കാറ്റഗിസം എന്ന് പറഞ്ഞാൽ ഒരു ടൈം പാസിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത് നേടിയെടുക്കാൻ വേണ്ടിയോ അല്ല, മറിച്ച് ദൈവം നമ്മളെ അപ്പോയിൻറ്റ് ചെയ്യുവാണ്. ഈ അപ്പോയിൻമെൻറ്റ് സന്തോഷത്തോടെ എടുക്കുമ്പോൾ ദൈവം നമുക്ക് തരാൻ പോകുന്ന പ്രതിഫലം വലുതായിരിക്കും. സത്യത്തിൽ ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ റോളെന്ന് പറയുന്നത് ശരിക്കും ഒരു അപ്പസ്തോലൻ്റെ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യൻ്റെ റോളാണ്. പൗലോസ് പറയുന്നില്ല, നിങ്ങളിൽ ക്രിസ്തു ജനിക്കുവോളം ഞാൻ ആ ഈറ്റുനോവ് അനുഭവിക്കുന്നു. അത് തന്നെയാണ് ഒരു സൺഡേ സ്കൂൾ അധ്യാപകനിലും ജനിക്കുക. ശരിക്കും ഏറ്റവും മാതാപിതാക്കളെക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഈ ഒരു മതപരമായ കാര്യങ്ങളും പ്രത്യേകിച്ച് ദൈവാനുഭവത്തിൽ വളരാനായിട്ട് കുഞ്ഞിനെ സഹായിക്കുന്ന ഉത്തരവാദിത്വം ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാണ്. ഒരു സൺഡേ സ്കൂൾ അധ്യാപിക എന്ന നിലയിൽ അങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഒരു ഈശോയെ കൊടുത്ത അനുഭവം പറയാനുണ്ടോ എന്തെങ്കിലും? ഞങ്ങളുടെ പള്ളിയിൽ നമ്മൾ ഈ കാറ്റഗിസം ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ബുക്ക് ശരിക്കും നല്ല കണ്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഈ ടെക്സ്റ്റ് വായിച്ചിട്ട് അതിനകത്ത് വിശുദ്ധരുടെയും വേറൊരു നമ്മളുടെ ജീവിത അനുഭവം കൂടെ ചേർത്ത് പറയാറ്. അപ്പോൾ ഒരിക്കൽ ഞാൻ ഓർക്കണത് എല്ലാ ദിവസവും ഈ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ കുട്ടിയുടെ പേഴ്സണൽ ആവശ്യം പറയാൻ പറ്റുമെങ്കിൽ പറയാൻ പറയും, ഇല്ലെങ്കിൽ ആ കൊച്ചിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ഒരാഴ്ച എന്തെങ്കിലും ഇഷ്ടമുള്ള ത്യാഗം എടുത്ത് കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ ഈ പിള്ളേർ തമ്മിലുള്ള ബന്ധം വരുന്നുണ്ട്, തമ്മിലും എനിക്കാണെങ്കിലും ഒരു ബന്ധം വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഈ വിശുദ്ധരുടെ കഥകളും പേഴ്സണൽ പ്രെയർ നമുക്കൊരു 5 മിനിറ്റെങ്കിലും ഈശോയുടെ അടുത്തിരിക്കാൻ പറ്റും, ഈശോ എന്തൊരു സ്നേഹം അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എനിക്കൊരു എഴുത്ത് കൊണ്ട് തന്നു. ടീച്ചർ ഇപ്പോൾ വായിക്കരുത്, വീട്ടിൽ പോയിട്ട് വായിക്കാവൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കൊച്ച് തന്ന എഴുത്ത് ഞാനിത് വായിച്ചു നോക്കി. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കും ഇങ്ങനെ നമ്മളെപ്പോഴും ഇത് കണ്ണ് നിറഞ്ഞു പോയൊരു ഇതാണ്. കാരണം കൊച്ചു എഴുതിയേക്കാ, ടീച്ചറെ എൻ്റെ ജീവിതം എന്തോരം മാറിയെന്ന് ചിലപ്പം വേറെ ആർക്കും അറിയില്ല, പക്ഷേ ഞാൻ ഒത്തിരി മാറി. ഈശോ ഇപ്പം എൻ്റെ കൂട്ടാണ്. ഞാൻ എല്ലാ ദിവസവും കുറച്ച് നേരം ഈശോയുടെ അടുത്ത് ഇരുന്നിട്ടാണ് ഞാൻ രാവിലെ വരുന്നത്. ഇത് കണ്ട് എൻ്റെ അമ്മയും ഇരിക്കാൻ തുടങ്ങി. പക്ഷെ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് ഇരിക്കും തോറും എൻ്റെ ഈശോയോട് എനിക്ക് കൂട്ടാം. മറ്റത് എൻ്റെ വിചാരം ഞാൻ പാപി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പോക്കാം, അതുകൊണ്ട് ഈശോയ്ക്ക് എന്നോട് വലിയ കൂട്ടമൊന്നുമില്ല, ഒക്കെ നല്ല പിള്ളേരുണ്ടല്ലോ. ഇപ്പം എനിക്കെന്തോ ഈശോയോട് മിണ്ടി ഞാൻ ഈശോയോട് സ്നേഹം, ടീച്ചറെ എനിക്ക് നന്ദിയുണ്ട് കേട്ടോ, ടീച്ചർ ഈശോയെ പറ്റി പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതുപോലെ ഒരു അനുഭവം കൊണ്ട് അച്ഛൻ പറയട്ടെ. പിള്ളേരെയും കൊണ്ട് ഒരിക്കൽ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഒരു ഔട്ട്റീച്ച് മാതിരി ഒരു മിണ്ടാമടം കാണിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9, 10 ക്ലാസ്സിലെ കുട്ടികളെയും കൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഫിനാൻഷ്യലി വെരി ഹൈ ആയിട്ടുള്ളവരും സൺഡേ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടല്ലോ. അവിടെ ചെന്ന് പിള്ളേർ സിസ്റ്റേഴ്സിനെ കണ്ട് എല്ലാം കണ്ട് കഴിയുമ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ അനുഭവം ഒന്ന് എഴുതി തരാം. അപ്പോൾ അതിനകത്തൊരു കുട്ടി എഴുതിയതാണ്, എൻ്റെ വീട്ടിൽ ഞാൻ AC-ലാണ് കിടന്നുറങ്ങണത്, ഒന്നിനും കുറവില്ല, കാറിനും എല്ലാം ഒരു കുറവ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടാത്ത എന്തോ ഒരു മനസ്സമാധാനം ഞാൻ ആ മഠത്തിൻ്റെ സ്റ്റെപ്പ് വെച്ചപ്പം എൻ്റെ ഉള്ളിൽ വന്ന് അറിയണം. പിന്നെ ആ സിസ്റ്റേഴ്സിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവരുടെ ചിരി കണ്ടപ്പം അവർക്ക് അവിടെ ഫാനും ഇല്ല, അവർക്ക് അവിടെ ഇതൊന്നും ഇല്ലാണ്ട് ഇവരനുഭവിക്കുന്ന ആ ഒരു സമാധാനം എനിക്ക് എന്താണോ മിസ്സിങ് അത് അവർക്കുണ്ട്. എന്തോ ഉണ്ട് ടീച്ചറെ, എന്തോ ഉണ്ട്. ശരിക്കും ദൈവാനുഭവമുള്ള നല്ല അധ്യാപകരുണ്ടെങ്കിൽ തന്നെ ഉറപ്പായിട്ടും സഭയിൽ നല്ല വിശുദ്ധരായ പുരോഹിതനും വിശുദ്ധരായ സന്യസ്തരൊക്കെ ഉണ്ടാകും. കാരണം വൊക്കേഷണൽ പ്രൊമോഷൻ്റെ ഏറ്റവും ബേസിക് പാഠങ്ങളെല്ലാം എപ്പോഴും നടത്തുന്ന സൺഡേ സ്കൂൾ അധ്യാപകരിലാണ്. വിശ്വാസ കൈമാറ്റം ശരിക്കും തീർച്ചയായിട്ടും അത് ശരിക്കും പറഞ്ഞാൽ ആരായി സൺഡേ സ്കൂൾ അധ്യാപകർ ഏറ്റവും മുകളിൽ നിന്ന് മാർപ്പാപ്പ ഒരു കാര്യം പഠിപ്പിക്കുന്നു, അത് മെത്രാന്മാർ അതിൻ്റെ താഴെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ രൂപതകൾ പഠിപ്പിക്കുന്നു. അതിൻ്റെയും കീഴിലായിട്ട് മെത്രാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വികാരിയച്ഛൻ ഇടവകയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശരിക്കും വികാരിയച്ഛന് കീഴിൽ ഈ അധികാരത്തിൽ ഓർഡറിൽ വന്നാൽ ശരിക്കും സൺഡേ സ്കൂൾ അധ്യാപകർ ഏറ്റവും വലിയൊരു ബാറ്റൺ ആണ്, ഒരു വിശ്വാസത്തിന്റെ ബാറ്റൺ കൈമാറുന്ന അടുത്ത തലമുറയെ തന്നെ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു സംഭവമാണ്. ഒരു നിമിഷം നമുക്ക് ഒന്ന് കരങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് കുടുംബം ഒന്നിച്ച് ഈ ഒരു വിശ്വാസ പരിശീലനത്തിന് വേണ്ടി നമുക്ക് ഒന്നേറെ പ്രാർത്ഥിക്കാം. ഈ ഒരു വിളി ആഗ്രഹിക്കുന്ന വിശ്വാസ പരിശീലനം കൊടുക്കുക എന്നൊരു വിളി ആഗ്രഹിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ മേലപ്പുള്ളവർ, പരിശുദ്ധാത്മാവിൻ്റെ കയ്യൊപ്പുള്ളവർ അധ്യാപന വരം ലഭിക്കട്ടെ. ഈ നിമിഷം അവർക്ക് അധ്യാപനത്തിന് വരം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക ജ്ഞാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾക്ക് വിശ്വാസ പരിശീലനം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടി സ്വർഗമേ ഈ നിമിഷം കൃപയൊഴുക്കണമേ. മാതാപിതാക്കളിൽ തീർച്ചയായിട്ടും ഇതൊരു ബോധ്യമായി തീരട്ടെ. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ആത്മാവാണ് പ്രധാനപ്പെട്ടത്, ബാക്കി കാര്യങ്ങൾ പുറകെ വരുന്നതേ ഉള്ളൂ. അവൻ്റെ ആത്മാവിനെ സമ്പന്നമാക്കുന്ന മതപഠന കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കാനായിട്ട് തമ്പുരാനെ മാതാപിതാക്കൾക്ക് ബോധ്യം കൊടുക്കണമേ. നമുക്കൊന്ന് ചേർന്ന് തലകുനിച്ച് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സാധിക്കുമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ നമ്മളെ പഠിപ്പിച്ച പഴയ അധ്യാപകരൊക്കെ ഒന്ന് ഫോൺ വിളിച്ചൊക്കെ ഒരു നന്ദി അറിയിക്കാം. കാരണം അവരാണ് ഈശോ എന്നിൽ രൂപപ്പെടാനായിട്ട് കാരണമായി തീർന്നത്. സാധിക്കുമെങ്കിൽ ഒന്ന് പോയി കാണുകയോ, പ്രായമായിരിക്കുന്ന അധ്യാപകരൊക്കെ പോയി കാണുകയോ സന്ദർശിക്കുകയോ അവർക്ക് തമ്പുരാൻ നാമത്തിൽ നന്ദി പറയുകയും ചെയ്യാം. ഈശോമിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.